നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും ശിരൂരിലെ അല്ലേ, കാരണം അവിടെ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കാർവാറിൽ ചേർന്ന ഒരു അവലോകന യോഗമുണ്ടായിരുന്നു. അതിലാണ് തീരുമാനമെടുത്തത്. നാവികസേന സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്ന് അറിയുന്നു. നമുക്കിതായാലും ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിസ്നയ്ക്കൊപ്പം അർജുൻ്റെ സഹോദരി അഞ്ജു കൂടിയുണ്ട്. ദിസ്ന, എന്താണ് ഈ അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം കുടുംബത്തെയും അറിയിച്ചിരിക്കുന്നത്, തീരുമാനമെടുത്തിരിക്കുന്നത്? വീണ, പ്രധാനമായും ഇന്നലെ നടന്ന അവലോകന യോഗത്തിലാണ് തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായിരിക്കും ഇതിന്റെ ഘട്ടങ്ങൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ സോണാർ റഡാർ ഉപയോഗിച്ച് നമ്മൾ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിരുന്നു. അത് 4 സ്പോട്ടുകളായാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ 4ാമത്തെ സ്പോട്ടിലാണ് ഈ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ലോറിയുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തി മാർക്ക് ചെയ്യുക എന്നതാണ് 1ാം ഘട്ടത്തിൽ ആരംഭിക്കുക. തുടർന്ന് ഈ നേവി ഉദ്യോഗസ്ഥർ പുഴയിലിറങ്ങി അടിയൊഴുക്ക് പരിശോധിക്കും എന്നതാണ് മറ്റൊരു ഘട്ടം. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായാണ് പരിശോധന നടക്കുക എന്നാണ് ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർ നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്ക് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഉത്തര കന്നഡ ജില്ലയിലടക്കം മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അർജുന്റെ സഹോദരി ഇപ്പം നമ്മോട് കൂടെ ചേരുന്നു. ഇപ്പോൾ അതായത് തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തികച്ചും പ്രതീക്ഷയിലാണ്. 29 ദിവസമായി, 4 ദിവസത്തേക്ക് നിർത്തിവെച്ചതായിരുന്നു. അപ്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു നമ്മുടെ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ ഇപ്പം ഇന്ന് ഏതായാലും തുടങ്ങുന്നുള്ളൊരു കാത്തിരിക്കും. ഇന്നലെ ജിതിൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കുടുംബമടക്കം ശിരൂരിലേക്ക് പോയി പ്രതിഷേധം അറിയിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമാക്കി. അതെ, വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ തന്നെയായിരുന്നു. അപ്പം ഇന്ന് അവിടെ തിരച്ചിൽ നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവർ മാത്രം ഇവിടുന്ന് പോയത്. അല്ല, നമ്മളും അവരുടെ കൂടെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, തീരുമാനിച്ചത്. നിലവിൽ അവിടെ നിന്ന് ലഭ്യമാവുന്ന അപ്ഡേഷൻസ് എന്തെല്ലാണ്? ഇന്ന് ഇപ്പോൾ 8:30 കൂടി നേവി അവിടെ നിന്ന് പുറപ്പെടും. 9-9:30 കൂടിയിട്ട് തിരച്ചിൽ തുടങ്ങുന്നുള്ള രീതിയിലാണ്. അവർ ഡൈവ് ചെയ്യും. പിന്നെ ആദ്യം സോണാർ വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് ഡൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനാസ്ഥ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കുടുംബമടക്കം. അതായത് 4 ദിവസം താൽക്കാലികമായി തിരച്ചിൽ നിർത്തുന്നു എന്ന് തന്നെയാണ് ആ ഭരണകൂടം ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിന്മേലാണ് ജിതിൻ അടക്കമുള്ള ആളുകൾ കോഴിക്കോടേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ്, സാങ്കേതികമായും കാലാവസ്ഥയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് തിരച്ചിൽ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? വീഴ്ച നമ്മൾ പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്താനല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു 4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ. ജിതിൻ തിരിച്ചു പോകുന്നത് അതുകൊണ്ടല്ല, മകനൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ദിവസം വന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാനും കൂടി വന്നു. ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഇത് തിരച്ചിൽ തുടങ്ങുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ഘട്ടങ്ങളിലായിരിക്കും. 9 മണിയോടുകൂടെ നേവി സംഘം അവിടെ എത്തുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എത്തുകയാണെങ്കിൽ റഡാർ ഉപയോഗിച്ച് ഈ ലോറിയുടെ സിഗ്നൽ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുക. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുന്നു, അത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നേവി അംഗങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ അടിയൊഴുക്ക് കൃത്യമായി അറിയുന്നു. അതിനുശേഷം അധികൃതരെ വിവരം അറിയിച്ചതിന് ശേഷമായിരിക്കും ശിരൂരിലെ തിരച്ചിൽ പുനരാരംഭിക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി ദിസ്ന, എന്തായാലും അവിടെ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ശ്രദ്ധയും വയനാട്ടിലേക്ക് പോയി. ഇനിയും കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം നിൽക്കാം എന്നല്ലാതെ മറ്റ് എന്ത് പറയാനാണ്?